ത്രിയേക ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്കും എൻ്റെ മകൾക്കും ഒരവസരം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ പ്രസ്താവിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ സോണി അച്ചാമ്മ തോമസ്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. 2024 ഞാൻ ആദ്യമായിട്ട് കൃപാസനമെന്ന് പറയുന്ന ഈ വലിയ രക്ഷയുടെ സന്ദേശം അറിയുന്നത്. അതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ചുള്ള പത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള അറിവുകളും ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ സ്വീകരിക്കാനോ നിരസിക്കാനോ ഇല്ലാതെ ഒരു മിതമായ ഭാവത്തിൽ അതിനെ എടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2024 ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും അതുമായിട്ട് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ കോളേജ് അധ്യാപികയാണ്. അപ്പം ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടി. ഈ സമയത്ത് അവധിയെടുത്ത് വീട്ടിലിരിക്കേണ്ട സാഹചര്യം വന്നു. വിശദ വിവരങ്ങൾ കുഞ്ഞില്ലാത്തതിനാൽ കൂടെയില്ലാത്തതിനാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നില്ല. എങ്കിലും ആ സമയത്തൊക്കെയും എൻ്റെ മനസ്സിൽ കൂടി വളരെയധികം ആശങ്കകൾ പോയപ്പോഴും ഒരു സഹോദരി നൽകിയ പത്രം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ അവധിയെടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു സന്ധ്യാസമയത്ത് ഈ പത്രം എടുത്ത് വായിക്കുകയും എനിക്കൊരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് സഞ്ചരിക്കാൻ പോലും വയ്യാത്ത ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നു. ആ സമയത്തും ഞാൻ ഈ പത്രം എടുത്തുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കുറേ വായിച്ചു. ഇതിൻ്റെ പല സാക്ഷ്യങ്ങളും വായിക്കുകയും അതിൻ്റെ ഓരോ പേജിലെയും അനുഭവങ്ങൾ വായിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ട്രോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കൃപാസനം ഒരു മിഥ്യയായ സംഗതിയാണെന്ന്. ഇത്രയും മനുഷ്യർ ഒരുപോലെ ഇരുന്ന് കള്ളം പറയുമോ? ഇത്രയും പേർക്ക് ഒരുപോലെ കള്ളം പറയാൻ സാധിക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രത്തിലെ പല കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് വായിച്ചു കൊടുത്തു. അന്നെനിക്ക് പ്രത്യക്ഷീകരണം എന്താണെന്നോ അതിൻ്റെ പ്രാർത്ഥന എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒന്നും എനിക്ക് ഒരു സാധ്യതകളുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ പത്രം കയ്യിൽ വെച്ചുകൊണ്ട് എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ എനിക്ക് തരികയാണെങ്കിൽ ഞാനിവിടെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് അവളെ ഞാൻ കാണിക്കുകയും ചെയ്തു. തുടർന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2010 ഫസ്റ്റ് ടൈം PhDക്ക് വേണ്ടി എൻട്രി ചെയ്ത ആളാണ്. ജോലിയുടെ തിരക്കും ആദ്യത്തെ കുഞ്ഞ് ആയതിൻ്റെ സമയത്തൊക്കെ സാധാരണ നമുക്കറിയാം, അമ്മമാരായി കഴിഞ്ഞാൽ നമ്മുടെ പഠനം എത്രമാത്രം പിന്നോട്ട് പോകുമെന്ന്. അതിനുശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഞാൻ 2020 PhDക്ക് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞാണ് എൻ്റെ കുഞ്ഞ് കൺസീവ് ആകുന്നതും ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്ത് ഇവിടെ നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും കേൾക്കുന്ന സമയത്ത് പറയാറുണ്ട്, സമയഘടികാരം നെഞ്ചിൽ വഹിക്കുന്ന അമ്മയാണ്. സമയബന്ധിതമായിട്ട് പ്രാർത്ഥിച്ചാൽ അതിനുത്തരം ലഭിക്കും എന്നുള്ളത് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഞാൻ സമയം വെച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ നിയോഗങ്ങളിലെല്ലാം തന്നെ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവ് ആ സമയത്തിനെ എല്ലാം സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു. 2020 ജോയിൻ ചെയ്ത എനിക്ക് 2024 സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പം ഈ പേപ്പറുകളുമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതും ഗൈഡിനെ കാണുന്നതുമൊക്കെ വളരെ ശ്രമകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപവും തൈലവും ഉപ്പുമൊക്കെ ഞാൻ കയ്യിൽ കരുതുമായിരുന്നു. ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഓരോ കാര്യത്തിനുമായിട്ട് പോയിരുന്നത്. മുമ്പൊരു സഹോദരി പറഞ്ഞതുപോലെ അമ്മ മാതാവ് നമുക്ക് വേണ്ടി അതിന് കൃത്യമായി കാര്യങ്ങൾ നിറപടിയായിട്ട് നടത്താൻ വേണ്ടി ഓരോ ഏജൻസിനെ ഓരോരുത്തടുത്ത് വെച്ചിരിക്കും.
അത് ഓരോ മനുഷ്യരുടെ രൂപത്തിലും വരികയും അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും സമയബന്ധിതമായിട്ട് അത് വെക്കാൻ സാധിച്ചു. ഇവിടെ പ്രസ്താവിക്കാനാണെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിലാണെങ്കിലും സഹോദരിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെയും ഞാൻ ഒരുപാട് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു. അവരുടെ ഒന്നും സാന്നിധ്യമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല. പക്ഷേ അതെല്ലാം തന്നെ കൃത്യമായിട്ട് മാതാവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയാൽ നമുക്കത് നടക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇതിനെല്ലാം കോടാനുകൂടി എൻ്റെ സഹോദരിക്ക് 13 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 13 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് ആ നിയോഗത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് അവർക്ക് ഇന്നൊരു മകനുണ്ട്. 1 വയസ്സ് പൂർത്തിയായി. പക്ഷെ ഞാനിതിവിടെ പറയരുതാത്തതാണ്. കാരണം അവരുമായിട്ട് വന്ന് അവർ സാക്ഷ്യം പറയേണ്ടതാണ്. പക്ഷേ ഇതും എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യത്താൽ നമ്മളുടെ സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിലും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിൽ നിയോഗത്തിൽ ഇതെല്ലാം സാധിക്കുവാൻ കാരണമായി. ഭൗതികമായ സാധ്യതകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും കൃപാസനത്തിൽ പോകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന്. അതുപോലെ തന്നെ ഉടമ്പടി എന്നുള്ള വാക്ക് കേൾക്കുമ്പം തന്നെ അതിലല്ലാതിരിക്കുന്ന പല സഹോദരങ്ങളും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, ഉടമ്പടി എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു സംഗതിയാണ്, ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയതയിൽ നിന്നോ മറിച്ച് മറ്റെന്തോ ആണ് എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു സമൂഹമുണ്ട്. എന്നാൽ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളോടും ഈ കാണുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ മാറിമറിയും. യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയുവാനും ക്രിസ്തു എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ നമ്മളെ തന്നെ ജീവിതം ക്രമപ്പെടുത്തുവാനുമുള്ളൊരു വലിയ സാധ്യതയാണ്. എളിയവനെ സഹായിക്കുവാനും സങ്കടപ്പെടുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും ആശുപത്രിയിലായിരിക്കുന്നവരെയും പീഡിതരായിരിക്കുന്നവരെയും തള്ളപ്പെട്ടവരുടെയും മുമ്പിൽ തുറന്ന ഹൃദയത്തോടെ ഇടപെടുവാനും അവരെ സഹായിക്കാനുമുള്ള വലിയൊരു തുറവി നൽകുന്നത് ഈ ഒരു കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു ജീവിത ശൈലിയാണ്. അതിന് ഈ സ്ഥാപനത്തോടും എൻ്റെ അമ്മ മാതാവിനോട് കോടാനുകോടി 100 കോടി ജന്മം ഞങ്ങൾ നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. തമ്പുരാൻ കർത്താവിനോട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ സമൂഹത്തിലിരിക്കുന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും സാക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന തമ്പുരാനുണ്ട്. അമ്മ മാതാവിനോട് ഒരമ്മയ്ക്ക് മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു വേദനയുമില്ല. നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രയാസം, നമ്മുടെ ഹൃദയത്തിലെ വ്യഥകൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അമ്മയോട് പറയുന്ന, പെറ്റമ്മയോട് പറയുന്ന അതേ ഒരു മനസ്സോടുകൂടി നിങ്ങളുടെ മാതാവിനോട് പറ. അതൊരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും ഒരു വലിയൊരു സാക്ഷ്യമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. പ്രത്യക്ഷീകരണം പ്രാർത്ഥന രാവിലെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, എല്ലാവരും ഈ സാക്ഷ്യം പറയുന്നതിനകത്ത് പറയുന്നുണ്ട് അവർക്കെല്ലാം സുഗന്ധ തൈലത്തിൻ്റെ മണം കിട്ടി, സുഗന്ധാഭിഷേകമുണ്ടായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കും. ഈ പ്രത്യക്ഷീകരണം അമ്മ മാതാവ് എനിക്കൊരു സാക്ഷ്യം ഉണ്ടാക്കി തരണം, എനിക്കത് സാക്ഷിക്കാനുള്ള ഇടയുണ്ടാവണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊരു ക്രൂശിത രൂപം, കുരിശും ക്രൂശിതനെയും ഞാൻ കണ്ടു. അപ്പം ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു, മോളെ, നീ തിരിക്കകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അമ്മ കാണുന്നുണ്ടെന്ന്. ശരിക്കും കുരിശിൽ കിടക്കുന്ന കർത്താവ് ഞങ്ങളുടെ മെഴുകുതിരിയിൽ വന്നു. ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ സാധാരണ മനുഷ്യർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരം തന്നെ എൻ്റെ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തു. അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സിസ്റ്ററെ കാണിച്ചു. അതുപോലെ തന്നെ യൂഷ്വലി ഞാൻ കോളേജിലോട്ട് പോകുന്നത് കാറിലാണ്. ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യാനിടയുണ്ടായി. അപ്പോഴൊക്കെയും ഈ യാത്രയിലൊക്കെയും ഞാൻ പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, നീ എൻ്റെ മുമ്പിലൊന്ന് വരണേ, എല്ലാവരും കാണുന്നെന്ന് പറയുന്നു, ഞങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാവാത്തതെന്ന്. എങ്ങനെയോ ബസ്സിലിരുന്നപ്പോൾ എൻ്റെ അടുത്തൊരു അമ്മച്ചി വന്നിരുന്നു. ഒരമ്മച്ചി എന്ന് പറഞ്ഞാൽ പടുവൃദ്ധയായ ഒരമ്മൂമ്മ. സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് ചുളിഞ്ഞ് എന്നാൽ വളരെ
മുഷിഞ്ഞ വേഷമാണ്, വൃത്തിയുള്ള മുഷിഞ്ഞ വേഷം. പഴകിയ വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന നല്ലൊരു അമ്മച്ചി വന്ന് എൻ്റെ ഒരു പ്രായമായ ഒരു അമ്മച്ചി, ഒരു പാവപ്പെട്ട അമ്മച്ചി വന്ന് എൻ്റെ തലമുടി മുതൽ എൻ്റെ ശരീരം മുഴുവൻ തഴുകി. ആ അമ്മ എന്നെ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലുണ്ടായി. ഞാനന്നേരം പെട്ടെന്ന് ബസ്സിൻ്റെ വിൻഡോ സൈഡിലിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തോട്ട് നോക്കി, ആകാശത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, അമ്മേ നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നീട് ഈ അമ്മ എൻ്റെ ശരീരവാസകലം തഴുകുകയും എന്നോട് പറഞ്ഞു, മകളെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, മോനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, മോനെ ഒരു ഭാരങ്ങളും ഉണ്ടാവത്തില്ല, പ്രയാസങ്ങളും ഉണ്ടാവത്തില്ല. കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത, ഞാൻ മറ്റാരോടും പറയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ അമ്മ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവാണ് അത് എന്നെ കാണാൻ വന്നതാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവസാനം അമ്മ പറഞ്ഞു, എനിക്ക് മോനെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു പോയപ്പം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാകാത്ത ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമുണ്ടായി. സഹോദരങ്ങളെ, എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ മാതാവിനോട് അപേക്ഷിച്ചാൽ, മാതാവ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മധ്യസ്ഥയാകും. ആ വിശ്വാസം എനിക്ക് ലഭിച്ച ആ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്ന് കോടാനുകോടി തവണ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു. ഞാൻ എൻ്റെ PhD ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ്. ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ജോലി ചെയ്തുകൊണ്ട് ഈ PhD ചെയ്യുക എന്ന് പറയുന്നത് ഒരു tedious ആയിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ ഓരോ കാര്യത്തിനും പോകുന്നതും അതിനോടൊപ്പം തന്നെ ഈ ഗർഭിണിയാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം തന്നെ ഞാൻ മാതാവിനോട് പറയാം, അമ്മ എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കോ, ഇതെനിക്ക് കൃത്യമായിട്ട് ചെയ്തു തരണമെന്ന്. 4 ഇയേഴ്സിനകത്ത് 2024 തന്നെ അത് സബ്മിറ്റ് ചെയ്യുവാനും പ്ലേജറിസം ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടി മുന്നമേ കരുതിയിരിക്കുന്ന ഒരു ഏജൻറ്റ് അവിടെ ഉണ്ട്. അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് കൃത്യമായിട്ട് വെക്കാനും പിന്നീട് മുമ്പോട്ട് ഓരോ കാര്യത്തിനും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സാധിച്ചു. കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ ഡിഗ്രി കോളേജ് കാലയളവിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളോടെല്ലാവരോടും ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ അതേ ഭാവത്തിൽ തന്നെ പറയും. സങ്കടപ്പെടേണ്ടത് മനുഷ്യരുടെ മുമ്പിലല്ല. എല്ലാ സാധാരണക്കാരായ കുഞ്ഞുങ്ങളാണ്, അവരോട് പറയും സങ്കടപ്പെടേണ്ടത് മനുഷ്യരുടെ മുമ്പിലല്ല. കണ്ണുനീരിനെ മാനിക്കുന്ന യഹോവയുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ അവരെ ഞാൻ പറയാറുണ്ട്. പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളാണെങ്കിലും അവരുടെ ചിലപ്പോൾ വീട്ടുകാർ പോലും ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്. അത് ഞാനിവിടെ പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ ചെയ്യാനായിട്ട് തമ്പുരാൻ്റെ കൃപയാൽ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിലായതിനു ശേഷം നമുക്ക് ക്ഷമ എന്താണ് എന്നുള്ള വലിയ പാഠം പഠിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ആകുവാനായിട്ട് സാധിക്കും. ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാനും ഒക്കെയുള്ള വലിയ കാഴ്ചപ്പാടുണ്ടാവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സാധുക്കളായിട്ടുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനും സാമ്പത്തികമായി ആവശ്യമുള്ളവരെ കണ്ട് സഹായിക്കുവാനും രോഗികളായിരിക്കുന്ന പലരെയും ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി തന്നു. അതിനുള്ള സാമ്പത്തികവും ദൈവം തമ്പുരാൻ്റെ കൃപയാൽ തന്നു. അതിനാൽ ഇതെല്ലാം സാധിച്ചു. ഒന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, എല്ലാം തമ്പുരാൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് അടിയുറച്ചിപ്പോഴും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഉടമ്പടിയിൽ തന്നെ അങ്ങോളം മരിക്കുമ്പോഴും ഞാനും എൻ്റെ കുടുംബവും ആ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മീയ ജീവിതം ഡെയിലി കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ കത്തോലിക്ക വിശ്വാസികളല്ല, അതുകൊണ്ട് തന്നെ ഡെയിലി കുർബാന കൊള്ളുക എന്നുള്ളത് ഞങ്ങൾക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് ആഴ്ചയിൽ പള്ളി പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ എന്നാൽ കുടുംബ പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്തത്തില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊന്ത പ്രാർത്ഥിക്കുന്നത് പതിവല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ പഠിച്ചു വളർന്നതൊക്കെയും കാത്തോലിക്ക സ്കൂളുകളിലാണ്. അതുകൊണ്ട് ഡെയിലി ജപമാല ചൊല്ലുവാനും ജപമാലയുടെ ശക്തി മനസ്സിലാക്കുവാനും വലിയ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം
നമ്മുടെ കൃപാസനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് തമ്പുരാനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക. എല്ലാ മക്കളോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളും പ്രാർത്ഥിക്കുക. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ അമ്മ മാതാവ് നമ്മളെ കാണും, നമ്മുടെ കണ്ണുനീരിനെ മാനിക്കും എന്ന് വിശ്വസിക്കുക. ഇനിയും മുന്നോട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇനിയും മുന്നോട്ട് അന്ത്യം വരെയും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഉടമ്പടിയിൽ ജീവിച്ചാൽ നമുക്ക് വഴുതി പോകാതിരിക്കാനുള്ള ഒരു വലിയ ഒരു സാഹചര്യം ഉണ്ടാകും. വഴുതി പോകത്തില്ല നമ്മൾ.